ADHD എന്നൊരു ഡിസോർഡർ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാബിത് സാർ ഇവിടെ ഉണ്ടോ? അപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. നമസ്കാരം. ADHD മലയാളികൾക്ക് സുപരിചിതമല്ലാതിരുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയത് ഫഹദ് ഫാസിലിന്റെ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വെളിപ്പെടുത്തലോടുകൂടിയാണ്. ADHD മാത്രമല്ല, പുതിയ കാലത്ത് പുത്തൻ പേരിട്ട് വിളിക്കുന്ന പല അവസ്ഥകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഈ അവസ്ഥകളെ കുറ്റപ്പെടുത്തിയിരുന്നവരാണ് നമ്മൾ. എന്നാൽ പുതിയ കാലത്ത് ഇതൊന്നും ആരുടെയും കുറ്റമല്ലെന്ന് തിരിച്ചറിയുകയാണ്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ ADHD. ഇങ്ങനെ പറയുമ്പോഴും ഈ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാണോ നമ്മൾ? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കൊപ്പം അതിഥികൾ ചേരും. അജിത്ര M സൈക്കാട്രിസ്റ്റ് ആണ്, മാഡം ചേരും. അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് ആയ നിതിൻ F. രണ്ട് അതിഥികളും നമുക്കൊപ്പം വിശദമായി ചേരും. എന്താണ് ADHD എന്ന് പറയുന്നത്? യെസ്, നമ്മൾ ആദ്യം ഡോക്ടർ നിതിനിലേക്കാണ് പോകുന്നത്. സാർ, ഇതൊരു മെഡിക്കൽ യുഗം അല്ലെങ്കിൽ മെഡിസിൻ യുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം പുതിയ ഒരുപാട് പേരുകൾ, പുതിയ ഒരുപാട് അസുഖങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അതിന്റെ ഭാഗമാണ് ഈ ADHD തോന്നുന്നു. കാരണം ഫഹദ് തനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം ഗൂഗിളിൽ പോയിട്ട് എന്താണ് ഇത് എന്ന് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കുസൃതിയാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര വികൃതിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് പറയും. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ അവനധികം സംസാരിക്കാത്ത ആളാണ്, അവൻ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ ഇൻട്രോവേർട്ട് ആണ് അവനെന്ന് പറയും. അതോടൊപ്പം തന്നെ ചെറിയൊരു വിഷമം പണ്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, ഞാൻ ഒന്ന് മാറിയിരുന്നോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഡിപ്രഷൻ എന്നാണ്. കാരണം അതൊക്കെ ഒരു ഫാഷൻ ആയി തുടങ്ങി. എനിക്ക് ഡിപ്രഷൻ ആണ്, ചെറിയൊരു സങ്കടം പോലും എനിക്ക് ഡിപ്രഷൻ ആണ് എന്നതിലേക്ക് മാറി. അത്രമാത്രം വാക്കുകളും പുതിയ ഒരു അവസ്ഥകളും വന്നൊരു സമൂഹമാണ്. എന്താണ് സാർ ഇത്രമാത്രം ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം, പുതിയ പുതിയ വാക്കുകൾ വരാനുള്ള കാരണം? അതെ, ഒരു ഓവർ ഡയഗ്നോസിസ് അതിൻ്റെതായ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈഡും ഉണ്ട്, യൂസ്ഫുൾ അല്ലാത്ത സൈഡും ഉണ്ട്. അപ്പം പലതിനും നമുക്കുണ്ടാവുന്ന ഒരു ഹ്യൂമൻ ലൈഫിലുണ്ടാവുന്ന ഡിഫിക്കൽറ്റീസിനെയൊക്കെ തന്നെ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ഓവർ ഡയഗ്നോസിസ് സിറ്റുവേഷനിലേക്ക് പോകും. പക്ഷേ ഇതുകൊണ്ട് ട്രൂലി ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് റിയലി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് അവരെ പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ആക്ടിവിറ്റികളൊക്കെ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെ നോർമലായിട്ടുള്ള വളരെ റിയൽ ആയിട്ടുള്ള ലൈഫ് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വസ്തുതയാണ്. ഇപ്പോൾ ഈ ADHD കേസിൽ 2 പാർട്ടാണുള്ളത് ആക്ച്വലി. അറ്റൻഷൻ ഡെഫിസിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഒരു ശ്രദ്ധക്കുറവ് പോലെയാണ്, ഒന്നിലും ശ്രദ്ധ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരവസ്ഥയാണ് അതിനകത്ത് കാണുന്നത്. പഠിക്കുന്ന കാര്യത്തിലാകാം, എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്ന കാര്യത്തിലാകാം, ഈവൻ കളിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു കാര്യത്തിനകത്ത് അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്നതിനുള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് നേരിടുക. അതോടൊപ്പം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സീറ്റിൽ ഇരിക്കാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് ചാടി ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു നേച്ചറും ഈ ADHD ഫീച്ചറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കൂടുതലും കുട്ടികളിലാണ് കാണുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇപ്പം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 18 ഇയർ ഓൾഡൊക്കെ കഴിയുമ്പോൾ അവർ കുറേ കൂടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അവർ തന്നെ കൺട്രോൾ ചെയ്ത് മെച്യൂർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം പോപ്പുലേഷനിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് പറയുകയാണെങ്കിൽ ചിൽഡ്രൻസിൽ ഇത് 5%, അഡൽറ്റിൽ 2.5% ആയിട്ടാണ് കാണുന്നത്. അതേസമയം അഡൽറ്റിലേക്ക് വരുമ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്
അങ്ങനെ നിൽക്കുകയും അതേസമയം ഹൈപ്പർ ആക്ടിവിറ്റി കുറയുന്നതായിട്ടാണ് പൊതുവിൽ പഠനങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. അജിത്ര മാം കൂടെ നമുക്കിപ്പം ചേരുന്നുണ്ട്. മാം, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു പുതിയ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയെക്കുറിച്ച്, അങ്ങനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്, പുതിയൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷണങ്ങൾ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഓൺലൈനിൽ പോലെ അതിന്റെ ലക്ഷണങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അത് വായിക്കുന്ന മലയാളിയെ സംബന്ധിച്ച് നമുക്ക് തോന്നുക എനിക്കും ആ അസുഖമുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കും ആ ലക്ഷണമുണ്ടല്ലോ എന്ന്. ഏതെങ്കിലും ഒരു ലക്ഷണം കാണുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ നമുക്ക് സ്വയം തോന്നും എന്നാൽ എനിക്കും ആ അസുഖമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് 41ാമത്തെ വയസ്സിൽ തുറന്നു പറഞ്ഞ സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ശ്രദ്ധക്കുറവുണ്ട്, ഒരു കാര്യത്തിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കുമുള്ളൊരു അവസ്ഥയല്ലേ അത്? അതായത് നമ്മള് ശ്രദ്ധക്കുറവ് നമുക്കുണ്ടല്ലോ, നമ്മളും കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ അതൊരു രോഗാവസ്ഥ ആകുന്നത് നമ്മുടെ ജീവിതത്തിന്, ദൈനംദിന ജീവിതത്തിനോ നമ്മുടെ വ്യക്തി ജീവിതത്തിനോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ മാത്രമാണ് അത് രോഗമാവുന്നത്. അപ്പൊ നമുക്കങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കണം. അപ്പൊ നമുക്ക് അസുഖമുണ്ടോ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാൻ പറ്റും. 1-2 ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ADHD എന്ന അസുഖം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. മറിച്ച് നമ്മൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വിശദമായിട്ട് ചോദിക്കും. അതും രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വീട്ടിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം മാത്രമായിരിക്കാം, സ്കൂളിൽ മാത്രമായിരിക്കാം. അങ്ങനെയല്ല, ഒന്നിലധികം സ്ഥലത്ത് രോഗലക്ഷണങ്ങൾ കാണണം. അതായത് ശ്രദ്ധക്കുറവിന്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും ലക്ഷണങ്ങൾ ഒന്നിലധികം സ്ഥലത്ത് കാണുകയും നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അസുഖം എന്ന് പറയുന്നത്.